ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയില്ലേ നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ പാണ്ടിക്കാടിനെ ചെറുകോട്ടേക്ക് പോകണം കേട്ടോ. അയിനിക്കോട്, ചെറുകോടിൻ്റെയും അയിനിക്കോടിൻ്റെ ഇടയിലായിട്ട് ഒരു സൂര്യകാന്തിൻ്റെ ഒരു തോട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ നമ്മൾ വാട്സപ്പിലൊക്കെ വീഡിയോ കണ്ടിരുന്നു. നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ ആവുകൊണ്ട് നമുക്ക് അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും പാടെ പോവാണ് കേട്ടോ. എന്താ അയക്കണമെന്നും അറിയില്ല കേട്ടോ. ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അവിടെ പൂക്കളൊക്കെ ആകുമ്പോൾ മഴയൊക്കെ തട്ടിയാലാണ് വാടി ഇങ്ങോട്ട് കുഴഞ്ഞ് കിടക്കുമല്ലോ. അങ്ങനെയൊക്കെ അയക്കണമെന്നും അറിയില്ല. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കാം കേട്ടോ. സുലേഖ ചിലപ്പോൾ വരും. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യണുണ്ടല്ലേ, കജ്ജൊക്കെ എടുത്താണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണേ. ഞങ്ങൾക്ക് ജീവിച്ചോട്ടോ കുറച്ചു കാലം കൂടിയൊക്കെ. മുട്ടായി കവറൊക്കെ ഇവിടെ വെച്ചാണ്ട്. അപ്പൊ നമ്മള് പോയോണ്ട് കേട്ടോ. ഇവിടെ തന്നെ പൊന്നാറും ചാനും ഇതൊന്നും ഉണ്ടാതൊക്കെ നിനക്ക് എന്താ വേണ്ടത്. അപ്പൊ ഇതാ നമ്മള് പോയോണ്ട് കേട്ടോ. അയിനിക്കോട് എത്താനേക്കുണ്ടോ. ചെറുകോടിന്റെയും അയിനിക്കോടിന്റെം ഇടയിലാണ് കേട്ടോ ഇതുള്ളതെന്ന് കേട്ടത്. എന്തായാലും ഞമ്മക്കും അറിയൊന്നുമില്ല കറക്റ്റ് എവിടെ നിന്നു. നിങ്ങളെന്തോ ഫ്ലെക്സ് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അതെവിടെ? എന്തോ 28 എന്താ ഒരു പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാട്ടല്ലോ. എന്താ പഞ്ചായത്തിന്റെ പേര്? ആ, പേരൂർ. പോരാ പേരാ എന്തേലൊക്കെ ആവട്ടെ. നിങ്ങക്ക് പോരും തന്നെ അറിയുള്ളൂ. ഇവിടെ മഴ കഴിഞ്ഞിക്കണ്. മഴ കഴിഞ്ഞോണ്ട് മൂക്കുത്തിയേക്കും ആ ചെടിയൊക്കെ മൂക്കുത്തിയ ചെടിയാണ് ഞങ്ങളെ കൊണ്ടുവിടും. ഇന്നലെ എന്നാ 17-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞിട്ട്. ഇന്ന് എത്രാം തീയതി? ടിക്കറ്റ് ഉണ്ടാവോ? അതെന്തോ ഒരു കാരുണ്യ പ്രവർത്തനത്തിക്കോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അറിയില്ലട്ടോ. ആ ഇതട്ടോ നമ്മള് ഇവിടെ ഈ റോഡിനാണ് ട്ടാ. കുട്ടികളെ മദ്രസ ഇട്ട് വരിക പോകുക. എന്താ സംഭവം? ആ ഈ സമയത്ത് മദ്രസക്ക് പോവാണല്ലേ. ഇവിടെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയിക്കാരം അല്ലേ. ആ എന്താ സൂര്യകാന്തി തോട്ടത്തിലേക്ക് സ്വാഗതം. ഒക്കെ ഒടിഞ്ഞു കിടക്കണ്ടോന്ന് കാറ്റുമയൊക്കെ പെയ്ത് എന്താ അവസ്ഥ. അപ്പൊ നമ്മളിവിടെ എത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മള് സൂര്യകാന്തി തോട്ടത്തിന്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. ചെറുകോട് 28-ലാണ് ഇതുള്ളത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ ഉച്ചരിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്തായാലും വന്നപ്പോൾ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. നമുക്ക് നടന്ന് കാണാൻ മാത്രം ഉണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് 20 രൂപയും വലിയവർക്ക് 30 രൂപയാണ്. പിന്നെ സൂര്യകാന്തിൻ്റെ വിത്തൊക്കെ വിൽപ്പനക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിത്തൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിൽപ്പനക്ക് തന്നെയാണ് തോന്നുന്നത്, അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോവുകയാണ്. പിന്നെ കുട്ടികളെയും കൊണ്ട് വന്നാൽ ഇവിടെ കഴിക്കാൻ ഐസ്ക്രീമൊക്കെ ഉണ്ട്. പിന്നെ വേറെയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മളിങ്ങോട്ട് പോരുന്ന സമയത്ത് ഇവിടെ എത്തുന്ന വരെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് നമ്മളിങ്ങോട്ട് പോരുന്നതിൻ്റെ കുറച്ച് മുമ്പ് നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ എന്താ അയക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പൂക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച ഒരുപാട് ദിവസം അവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കട്ടെ. മഴയൊന്നും വന്നാണ്ട് പൂക്കളൊന്നും നശിച്ചു പോവാതെ നിൽക്കട്ടെ. കാരണം 17-ാം തീയതിയൊക്കെയാണ് തോന്നുന്നത് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൂക്കളൊക്കെ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മടങ്ങി പോരാൻ സമയമായപ്പോൾ ഇതിന് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കാണാനും. അപ്പോൾ ഞങ്ങളും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കച്ചവടം ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ ഇവർ. മാങ്ങയും അതേപോലെ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്നിക്കുകയാണ് കേട്ടോ. 5 രൂപയാണ് ഒന്നിന് വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടനെ തന്നെ. അപ്പം ഞാൻ അവർ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതോ നെല്ലിക്ക എത്ര വരുന്നേ? നെല്ലിക്ക 5 റുപ്യ. ആയിക്കോട്ടെ, നിങ്ങളെ കച്ചവടം നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ട് മടങ്ങി പോരാണ് കേട്ടോ.